പാചകവാതക സിലിണ്ടർ ക്ഷാമത്തിനിടെ ബംഗളൂരുവിൽ സിലിണ്ടർ മോഷണമെന്ന് പരാതി. നഗരത്തിലെ നാഗർഭാവി, ചന്നപട്ടണ എന്നിവിടങ്ങളിലെ വീടുകളിൽ നിന്ന് സിലിണ്ടർ മോഷണം പോയെന്നാണ് പുറത്തുവരുന്ന വിവരം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. സജു ചാമക്കാലയിൽ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സജു, സ്വർണത്തേക്കാൾ വില ഗ്യാസ് സിലിണ്ടറുകൾക്കുണ്ടാകുന്ന ഒരു കാലം അത്രത്തോളം ക്ഷാമം നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ? ബംഗളൂരു നഗരത്തിലാണ് ഈ ഗ്യാസ് സിലിണ്ടർ പ്രതിസന്ധി ആദ്യമായിട്ട് രൂക്ഷമായത്. പല ഹോട്ടലുകളും ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. നഗരത്തിലെ 50%-ലധികം ഹോട്ടലുകളും അടഞ്ഞ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗാർഹിക സിലിണ്ടറും കിട്ടാനില്ലാത്തൊരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ബുക്ക് ചെയ്തതിനു ശേഷം 5-6 ദിവസങ്ങൾ ഇടവേളയിലാണ് ഇപ്പോൾ ഗാർഹിക സിലിണ്ടർ ലഭിക്കുന്നത്. നേരത്തെ ഒരു ദിവസത്തെ ഇടവേളയിൽ ലഭിക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയിലധികമായിട്ട് ഇവർ ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബംഗളൂരുവിലെ ചില സ്ഥലങ്ങളിൽ നിന്ന് അതായത് വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിലിണ്ടറുകൾ മോഷണം പോയെന്നുള്ള പരാതികൾ വന്നിരിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും നാഗർഭാവി, ചന്നപട്ടണ എന്നീ 2 സ്ഥലങ്ങൾ, 2 ജില്ലകളിലെ വിവിധ വീടുകളിൽ നിന്നുള്ള ഗ്യാസ് സിലിണ്ടർ മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഗ്യാസ് സിലിണ്ടറുകൾക്ക് വലിയ തോതിൽ വിലയായിരിക്കുകയാണ്. 5000 മുതൽ 7000 രൂപ വരെയാണ് ഒരു സിലിണ്ടറിന്റെ വില ബംഗളൂരു നഗരത്തിൽ മാത്രമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഈ സാഹചര്യം ഇപ്പോൾ ചിലർ മുതലെടുക്കുകയാണ്. വലിയ തോതിൽ ഗ്യാസ് സിലിണ്ടർ പൂഴ്ത്തിവെക്കുന്നതോടൊപ്പം തന്നെ ചിലർ വീടുകളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. പക്ഷേ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ബാംഗ്ലൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ മോഷണം കൂടി വന്നിരിക്കുന്നത്. ശരി, സജീവ് ചാമക്കാലയിലാണ് വിവരം നൽകിയത്. ബംഗളൂരു നഗരത്തിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന അല്ലെങ്കിൽ ഔട്ടറിലുള്ള പട്ടണങ്ങളാണ് ഈ പറഞ്ഞ ചന്നപട്ടണയൊക്കെ. അവിടെയാണ് ഈ മോഷണം. ആദ്യം ഹോട്ടലുകൾ അടഞ്ഞതും ബംഗളൂരുവിലായിരുന്നു. വലിയ പ്രതിസന്ധി അവിടെ ഉണ്ട് എന്നത് തമാശയായിട്ടൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. സാഹചര്യമാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ വേറെ വഴിയില്ലെങ്കിൽ സകല വഴിയും എടുക്കേണ്ട അവസ്ഥയിലേക്ക് ആളുകൾ പോകുന്നു. അത് നല്ല വഴി അല്ലെങ്കിൽ പോലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.